ആറന്മുള ഉത്രട്ടാതി ജലമേളയ്ക്ക് ആവേശകരമായ തുടക്കം. മത്സരവള്ളംകളി പുരോഗമിക്കുന്നു. സുജു ടി ബാബു ചേരുന്നു. സുജു, എങ്ങനെ പോകുന്നു വള്ളംകളി? എങ്ങനെ പുരോഗമിക്കുന്നു ആറന്മുള വള്ളംകളി? ഷമി, ഇപ്പോൾ 6ാം ഹീൽസ് മത്സരമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വാശിയേറിയ മത്സരമാണ് പമ്പയിൽ ആറന്മുള പമ്പയാറ്റിൽ നടക്കുന്നത്. 6ാം ഹീൽസ് മത്സരത്തിൽ അയിരൂർ 1ാം ട്രാക്കിൽ, 2ാം ട്രാക്കിൽ മാരാമൺ, 3ാം ട്രാക്കിൽ വരയന്നൂർ, 4ാം ട്രാക്കിൽ നെല്ലിക്കൽ വള്ളം. എല്ലാ പള്ളിയോടങ്ങളും ആറന്മുളയുടെ പ്രൗഢി അതേപടി നിലർത്തിക്കൊണ്ട് തന്നെയാണ് കടന്നു വരുന്നത്. ഏത് പള്ളിയോടമാണ് ഒന്നാമത് എത്തുമെന്ന് ഇപ്പോൾ പറയാൻ സാധ്യമല്ലാത്ത രീതിയിൽ ഒരു ശക്തമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ടാണ് പള്ളിയോടങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ആറന്മുള പള്ളിയോടങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്ന മത്സരത്തിൽ അതിവേഗത്തിൽ എത്തുക മാത്രമല്ല, അതിന്റെ മനോഹരിത, അതിന്റെ പ്രൗഢി വിളിച്ചോതിക്കൊണ്ട് തന്നെയാണ് ഇത് നടക്കുന്നത്. വിശ്വാസപൂർവമായ മത്സരം കൂടിയാണ്. ഭക്തിയും ഐതിഹ്യവും ഒക്കെ കലർന്ന, പാരമ്പര്യവും ഒക്കെ കലർന്ന ഒരു മത്സരമാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നടക്കുന്നത് അയിരൂർ പള്ളിയോടമാണ് 1ാം ട്രാക്കിൽ കടന്നു. 2ാം ട്രാക്കിൽ കൂടെ മാരാമൺ പള്ളിയോടവും, 3ാം ട്രാക്കിൽ വരയന്നൂർ പള്ളിയോടവും നെല്ലിക്കോടമാണ് 4ാം ട്രാക്കിൽ കടന്നു വരുന്നത്. ഇപ്പോൾ 6ാം ഹീൽസ് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 ഹീൽസ് മത്സരങ്ങളും ശക്തമായ മത്സരം തന്നെയാണ് ഓരോ പള്ളിയോടങ്ങളും കാഴ്ചവെച്ചത്. മുഴുവൻ ഹീൽസ് മത്സരങ്ങൾ പൂർത്തിയാക്കുമ്പോൾ അതിൽ നിന്ന് അതിവേഗത്തിലെത്തിയ 4 പള്ളിയോടങ്ങളാണ് ഫൈനൽ മത്സരത്തിലേക്ക് എത്തുക. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ താളത്തിൽ, വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ, വലിയ ആവേശത്തിൽ തുഴഞ്ഞു വരുന്ന പള്ളിയോടങ്ങളാണ്. 6ാം ഹീൽസ് മത്സരവും ആവേശത്തിന് ഒട്ടും കുറവില്ല. ഇരു കരകളിലെ ജനങ്ങളെയും കരഘോഷത്തിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആവേശത്തിലാക്കിക്കൊണ്ട് തന്നെയാണ് 6ാം ഹീൽസ് മത്സരം പള്ളിയോടത്തിന്റെ അതിന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നു. ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെച്ചുകൊണ്ടാണ് 2 അയിരൂർ പള്ളിയോടങ്ങളും മറ്റ് പള്ളിയോടങ്ങളും എത്തിച്ചേരുന്നത്. എന്തായാലും 6ാം ഹീൽസ് പള്ളിയോടങ്ങളാണ് 6ാം ഹീൽസ് മത്സരമാണ് ഇപ്പോൾ നടക്കുന്ന. 2 പള്ളിയോടങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു. മറ്റൊരു പള്ളിയോടും കടന്നു വരുന്നുണ്ട്. ആറന്മുള മത്സര വള്ളംകളി മറ്റു മത്സരങ്ങളിൽ വിഭിന്നമാകുന്നതും അതാണ്. അതിവേഗത്തിൽ പാഞ്ഞെത്തിക്കൊണ്ട് പൂർത്തിയാക്കുക മാത്രമല്ല, പകരം അതിന്റെ സൗന്ദര്യം, അതിന്റെ ആചാരങ്ങൾ, അതിന്റെ നിഷ്ഠകൾ, വിശ്വാസമെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ പള്ളിയോട മത്സരങ്ങൾ കടന്നു പോകുന്നത്. ഭഗവാനെ സ്തുതിച്ചുകൊണ്ട്, വാഴ്ത്തുപാടുകൾ പാടിക്കൊണ്ടാണ് ഈ പള്ളിയോടങ്ങൾ അതിന്റെ തുഴയെറിയുന്നത്. അത് ആ തുഴച്ചിലിന്റെ ആ ഭംഗി, അതിന്റെ ആ രീതി, അത് എടുത്തു പറയേണ്ടതാണ്. തലക്കെട്ടൊക്കെ കെട്ടി ആവേശത്തോടെ അവർ ആറന്മുളയുടെ പമ്പയാറിന്റെ ഓളപ്പരപ്പുകളെ കീറി മുറിച്ചെത്തുമ്പോൾ അത് കേവലം മത്സരം മാത്രമല്ല, അവിടെ താളാത്മകമുണ്ട്, അവിടെ അതിന്റെ സൗന്ദര്യമുണ്ട്. ആറന്മുള ശൈലി എന്നൊക്കെ തന്നെ പറയാറുണ്ട്. നമുക്കറിയാം, പടിഞ്ഞാറൻ ശൈലി അതിവേഗത്തിൽ കുതിച്ചു പായുകയാണെങ്കിൽ ആറന്മുള വള്ളംകളി മത്സരത്തിൽ അങ്ങനെയല്ല. അതിവേഗത്തിൽ കുതിച്ചു പായുക മാത്രമല്ല, അതിനോടൊപ്പം തന്നെ അതിൻ്റെ ആ ഒരു ശൈലി, ആ സമ്പന്നത, അല്ലെങ്കിൽ ആ പ്രൗഢി ഒക്കെ തന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് മത്സരം പുരോഗമിക്കുന്നത്. 6 പാദ മത്സരങ്ങൾ പുരോഗമിക്കുമ്പോഴും വലിയ ആവേശത്തിൽ തന്നെയാണ് ഇരുകരയിലും ആളുകൾ ഈ മത്സര വള്ളംകളി കാണുവാൻ വേണ്ടി എത്തിയിരിക്കുന്ന അനവധി ആളുകളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. നമുക്കത് ചോദിക്കാവുന്നതാണ്. വലിയൊരു ആവേശം തന്നെയാണോ? വലിയ ആവേശത്തിലാണോ നിൽക്കുന്നത്? അതെ അതെ അതെ. മത്സരങ്ങൾ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. വലിയ സന്തോഷം. എല്ലാ വർഷവും കാണാറുണ്ടോ? ആളുകൾ ധാരാളം എത്തിയിട്ടുണ്ട്. പറഞ്ഞോളൂ. ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട്. ആളുകളെല്ലാം തന്നെ വലിയ ആവേശത്തിൽ തന്നെയാണ് ഈ ആറന്മുളയിലെ മത്സര വള്ളംകളി വീക്ഷിക്കുന്നത്. ഇപ്പോൾ 6ാം ഹീൽസ് മത്സരമാണ് പൂർത്തിയായിരിക്കുന്നത്. ഇനി 7ാം ഹീൽസിലേക്ക് അടക്കം ഈ 6 ഹീൽസുകൾ പൂർത്തിയാകുമ്പോഴും ആവേശത്തിനൊട്ടും കുറവില്ല. മൊത്തം ഹീൽസുകൾ പൂർത്തിയാക്കിയ ശേഷം അതിൽ നിന്ന് ഏറ്റവും ആദ്യം തുഴഞ്ഞെത്തുന്ന 4, ഏറ്റവും അതിവേഗത്തിൽ പൂർത്തിയാക്കിയ 4 പള്ളിയോടങ്ങളെയാണ് ഫൈനൽ മത്സരങ്ങളിലേക്ക് എടുക്കുക. ഇനി നടക്കാൻ പോകുന്ന 7ാം ഹീൽസ് മത്സരമായിരിക്കും. 7ാം പാദത്തിൽ മുണ്ടൻകാവ്, മഴക്കൂർ, കോഴഞ്ചേരി, മേലുകര പള്ളിയോടങ്ങളാണ് 7ാം പാദ മത്സരത്തിൽ പങ്കെടുക്കുക. അതിനുശേഷം വെൺപാല, കദളിമംഗലം, ഇടയാറന്മുള കിഴക്ക്, ചെറുകോൾ, പ്രയാർ. അതിനുശേഷം 9ാം പാദ മത്സരത്തിൽ കിഴക്കനോതറ, ഓതറ, ഇടനാട്, അങ്ങനെ പള്ളിയോടങ്ങളുടെ അങ്ങനെ 9 പാദ മത്സരങ്ങൾ പൂർത്തിയാകും. 2 ബാച്ചായിട്ടാണ് മത്സരിക്കുന്നത്. എ ബാച്ച് മത്സരം, ബി ബാച്ച് മത്സരം. ബി ബാച്ച് മത്സരത്തിൽ 6 ഹീറ്റ്സ്. ബി ബാച്ച് മത്സരങ്ങളിൽ എ ബാച്ചിൽ 9 ഹീറ്റ്സും ബി ബാച്ചിൽ 5 ഹീറ്റ്സ് മത്സരങ്ങളുമാണ്. അതിനുശേഷമാണ് ഫൈനൽ മത്സരത്തിലേക്ക് കടക്കുക. ഇത്തവണ മത്സരങ്ങൾക്ക് സെമി
ക്വാർട്ടർ ഫൈനലോ മത്സരങ്ങളില്ല. പകരം ഈ 9 ഹീൽസ് മത്സരങ്ങളിൽ അതിവേഗത്തിലെത്തുന്ന ഏറ്റവും വേഗതയിൽ പൂർത്തിയാക്കിയ 4 പള്ളിയോടങ്ങൾ, അതായത് നെഹ്റു ട്രോഫി മത്സരത്തിൻ്റെ ഒരു ശൈലിയിലാണ് ഇത്തവണ പള്ളിയോട മത്സരങ്ങൾ നടത്തുക. എന്തായാലും നമ്മളിപ്പോൾ ഈ പമ്പയാറിൻ്റെ തീരത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഇരുകരകളിലും ആയിരക്കണക്കിന് ആളുകളാണ് ഒത്തുകൂടിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ചോളം ഒരു വലിയ കാത്തിരിപ്പിനൊടുവിലാണ് ഇത്തരമൊരു മത്സര വള്ളംകളി അരങ്ങേറുന്നത്. നമുക്കറിയാം ഈ വർഷം ചില ആശങ്കകളൊക്കെ നിലനിന്നിരുന്നെങ്കിൽ പോലും അതിൻ്റെ പ്രൗഢിയോട് തന്നെ ആറന്മുള വള്ളംകളി നടത്താനായതിൻ്റെ, അല്ലെങ്കിൽ അത് കാണാൻ സാധിക്കുന്നതിൻ്റെ വലിയ ആശ്വാസത്തിലാണ് പമ്പയുടെ കരകളിലും നിൽക്കുന്ന തടിച്ചുകൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ മുഖത്ത് കാണുവാൻ സാധിക്കുന്നത്. 52 കരകളുടെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആണ് വള്ളംകളിയിൽ പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്ന. ഓരോ പള്ളിയോടങ്ങൾക്കും അതിൻ്റെയായ ചരിത്രമുണ്ട്. ആറന്മുളയുമായി കെട്ടിപ്പിടഞ്ഞു കിടക്കുന്ന പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ, അതുപോലെ തന്നെ മത്സര വള്ളംകളിയിൽ പങ്കെടുത്തതിൻ്റെ ചരിത്രം. പലപ്പോഴും കപ്പിൽ മന്നം ട്രോഫിയിൽ മുത്തമിട്ട വള്ളങ്ങൾ പള്ളിയോടങ്ങൾ ഇതിൽ മത്സരിക്കുന്നുണ്ട്. അവരെയെല്ലാം സംബന്ധിച്ചോളം ഇത്തവണയും അതേ തരത്തിൽ മത്സരിക്കുക, ഏറ്റവും വിജയിക്കുക, ഒന്നാമതെത്തുക എന്ന ലക്ഷ്യമാണ് ഓരോ പള്ളിയോടങ്ങളും മുമ്പോട്ട് വെക്കുന്നത്. ഇതുവരെയുള്ള നടന്ന 6 ഹീൽസ് മത്സരങ്ങളും വാശിയേറിയ മത്സരം തന്നെയായിരുന്നു. ഒന്നിനൊന്നിനെ മെച്ചമായിക്കൊണ്ടിരിക്കുവാണ് ഓരോ മത്സരവും. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ആറന്മുളയിലെ പള്ളിയോട മത്സരങ്ങളെ സംബന്ധിച്ചോളം അതിവേഗത്തിൽ തുഴഞ്ഞെത്തുക എന്നത് മാത്രമല്ല, അതിന് പകരമായി തന്നെ അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ് ആറന്മുള മത്സര വള്ളംകളിയിലെ ആവേശത്തിനൊപ്പം തന്നെ ഈ പള്ളിയോടങ്ങളിലെത്തുന്ന സൗന്ദര്യാത്മകമായ കാഴ്ച, അതിൻ്റെ വിശ്വാസകരമായ കാര്യങ്ങൾ.